ഗായ്സ് അസ്സലാമലൈക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ പുറത്തു പോയിട്ട് ഇന്ന് ശനിയാഴ്ചയാണ്. ഇപ്പോൾ തൊട്ട് നമ്മൾ ശനിയാഴ്ചകളിലായിട്ട് പുറത്തു പോകാറ്. കാരണം വെള്ളിയാഴ്ച പറയുമ്പോൾ ഷാമിയൊക്കെ രാവിലെയും ഉച്ചയ്ക്ക് ശേഷമൊക്കെ കളിയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ സമയം കടകൾ നിട്ട് എത്ര ടി വിയിൽ കാണാണ്ട് 2:15 2:10 എത്ര വയ്ക്കണേ. ഇപ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോണത്. എന്താ വെച്ചാൽ ഷാമിയൊക്കെ കളി കഴിഞ്ഞ് കുറച്ച് ഉറങ്ങി. പിന്നെ ഐബൂന് കഞ്ഞി കൊടുക്കാൻ, കാരണം അവന് പുറത്ത് പോയാൽ ചിലപ്പോൾ എന്തെങ്കിലും നമ്മളെ കൂടെ കുറച്ച് കഴിക്കുക എന്നല്ലാണ്ട് കംപ്ലീറ്റ്ലി മീല് പോലെ കഴിക്കില്ല. കുറച്ച് കഞ്ഞി കൊടുത്ത് പോയാൽ നമുക്ക് സമാധാനമാണല്ലോ. അപ്പം ഞാനൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി ഒരു സാധാ പവടയും കുപ്പായോട്ടോ. അവിടെ ഐബൂത ഷാമയൊക്കെ ഐബൂൻ ഡ്രസ്സ് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ പുറത്ത് പോകണത്. പിന്നെ ഭക്ഷണം കഴിക്കുക. പിന്നെ എവിടെയെങ്കിലും ഒരു സൂ പോകത്ത് മുമ്പ് ഞങ്ങൾ ഐബൂനായിട്ട് പോയിട്ടുണ്ട്. ഒരു ഇതൊക്കെ ഇപ്പം കുറച്ച് വലുതായ ശേഷം പോയിട്ടില്ല. അപ്പോൾ അവനക്ക് ഇങ്ങനെ ബേർഡ്സ് ആനിമൽസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ നോക്കി നോക്കണം വിചാരിക്കുന്നുണ്ട്. പിന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. പപ്പ രക്ഷിക്കാ ആരെ അടിച്ച ആരെ ചത്തുപോവും? പുലിനെ ചത്തുപോവോ? അമ്മ ഇന്നെ രക്ഷിക്കും. പപ്പ രക്ഷിക്കൂലേ? ആരും രക്ഷിക്കില്ല. അബു ഒറ്റക്ക്, പപ്പ ഒറ്റക്ക്, കടുവ മാത്രം. ഡ്രസ്സ് മാറ്റാനുള്ള ഓരോ അംഗക്കെട്ടുകളായിട്ട് ഈ കാണുന്നത്. പുറത്ത് പോകുമ്പോൾ ഡ്രസ്സ് മാറ്റാൻ സമ്മതിക്കേ ഇല്ല. പിന്നെ ഷാമയ്ക്ക് ഇതുപോലെ ഓരോ കഥയൊക്കെ പറഞ്ഞ് അതിനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഷാമയ്ക്കൊക്കെ മെല്ലെ കൊടുക്കും. അവൻ്റെ ഡ്രസ്സ് മാറ്റലൊക്കെ മൂപ്പരാളെ ഡ്യൂട്ടിയിൽ പെട്ടതാണ്. ഒരു സൂപ്പർ കാറ് പോയി കണ്ടില്ല. അങ്ങനെ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയൊക്കെ പൈപ്പൂൻ്റെ കയ്യിലൊരു കുപ്പിണ്ടായിട്ട് വെള്ളം കളയാൻ വേണ്ടിയിട്ടുള്ള അംഗക്കെട്ടിലാണ് അവ അവിടെ കാണിക്കണത്. ഞാൻ സ്ഥിരം വന്ന പെട്രോൾ അടിക്കുമ്പോൾ കയറുന്ന സ്ഥലമായിരുന്നു. ഓർമ്മയുണ്ട് ഷാമയ്ക്കൊക്കെ? ഇത് അവിടെ കയറിയിരുന്നില്ലേ? പൈപ്പ് അതിന് ശേഷം ഞാൻ കയറില്ല. എന്താ അവസ്ഥ എന്ന് എല്ലാവർക്കും അറിയാലോ. കാലം മാറിയ പോക്ക്. അപ്പൊ ഭക്ഷണം കഴിക്കണ്ടേ? ഭക്ഷണം കഴിക്കണ്ടേ? അപ്പൊ ഭക്ഷണം കഴിക്കണം. അതുപോലെ ഷർട്ട് എങ്ങനെയുണ്ട് ചോദിച്ചോക്കെ എല്ലാരും. ഇയ്യ പറയണേ. അപ്പൊ അങ്ങനെ നമ്മള് പ്രാവശ്യം വന്നിട്ട് ആദ്യമായിട്ട് ഷർട്ട് ഇട്ടേ കിട്ടുക. ഷർട്ട് ഇടാൻ കൂട്ടാക്കാറേ ഇല്ല. ടീഷർട്ട് മാത്രം ഇടാൻ ഇന്ന് എന്തോ പറ്റിയുണ്ട്. ഇട്ടെടുത്തപ്പോ നമുക്ക് നിക്കന്നെ എന്തോ പോലെ കുറെ ആയിട്ട് ഇടാത്തോണ്ട്. കുട്ടപ്പനായോ? ഇപ്പൊ വെള്ളം അവനക്ക് എവിടെയെങ്കിലും കളയണം. അതിന് വേണ്ടിട്ടുള്ള അങ്കക്കെട്ടാണ്. ഇപ്പൊ നിർത്തി തരും പെട്രോൾ അടിച്ചിട്ട്. എങ്ങനെയുണ്ട്? സുന്ദരനായിണ്ടാ. എങ്ങോട്ട് പോണ് പറഞ്ഞെടുത്തേ? പിന്നെ കരടിയാ. പിന്നെ സ്വീറ്റ് കോൺ സൂപ്പ് വേണോ? ഇഷ്ട? എത്ര വേണം? പപ്പാക്ക് തരുമോ? പിന്നെന്താ തിന്നാൻ വേണ്ടേ? ഫൂളാ എന്താ? നല്ല ഇന്റീരിയർ ഇട്ടോ. സേത്തൂല് പുതിയ ഐബു എന്താ ചെയ്യണേ? ഐബു എന്താ ചെയ്യണേ? കാണിച്ചു കൊടുക്കും.
അവങ്ങ നക്കി തിന്നണ കണ്ട് എന്തോ കാര്യമായിട്ട് തിന്നെ വയ്ക്കും. സോസാണ് ഇതാക്കി തിന്നുന്നത്. സോസ് ഭയങ്കര ഭ്രാന്താട്ടെ, സോസ് ഭ്രാന്തനാണ്. ഇപ്പം ഇവിടെ കണ്ടപ്പോൾ വാശി പിടിച്ച് കുടിക്കാണ്. എങ്ങനെ സൂപ്പ്? ഊരി തരാം, അതല്ലേ ഞാൻ പറഞ്ഞേ. സൂപ്പ് എങ്ങനെയുണ്ട്? സൂപ്പറാ. അങ്ങനെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒന്നും തിന്നില്ല എന്നുള്ള ആളായിരുന്നിട്ട് ഇപ്പം ഈ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പിൽ അത് ഭയങ്കര ഇഷ്ടമായിക്കണേ. അപ്പം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ മേടിച്ചു കൊടുക്കും കേട്ടോ. അപ്പം അതിൽ സ്വീറ്റ് കോൺ മാത്രം മതി എന്ന് പറയാം. ചിക്കനൊന്നും കുടിക്കൂല. എന്തെങ്കിലുമൊക്കെ കുടിക്കണ്ടല്ലോ, സമാധാനം മേടിച്ചു കൊടുക്കണ്ട. ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു തുടങ്ങി. ഇന്ന് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. കാരണം ഞാൻ ചിക്കൻ ലോലിപോപ്പ് ഇവിടെ വന്നതിന് ശേഷം തിന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഫ്രൈഡ് റൈസ് ആയാലും കുറേ തിന്നിക്കണം. ഫസ്റ്റ് വന്നപ്പോൾ തിന്നല. അപ്പോൾ ലോലിപോപ്പ് പിന്നെ കുറേ ഇങ്ങനെ ക്രേവിങ്സ് വരുന്നു. ലോലിപോപ്പ് എന്തൊരു ഓവർ ആക്ടിങ് ജാസി. ഞാൻ കണ്ണടച്ചോണ്ട് ഉറങ്ങിക്കോ. എന്തൊരു ഓവർ ആക്ടിങ്ങാ. ഇവന്റെ ലോലിപോപ്പ് തീറ്റ നോക്ക്. തിന്നെ, കടിച്ച് തിന്നെ, നശിപ്പിക്കല്ലേ ഇപ്പോ. വേണ്ടെങ്കിൽ മമ്മാക്ക് തന്നോ, വെറുതെ നശിപ്പിക്കണേ. ഇങ്ങനെ ജെയ്ത്തൂണിന്റെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടു. നല്ല ഫുഡായിരുന്നു. കുറച്ച് ബാക്കിയൊക്കെ ആയിട്ട് ഞങ്ങൾ പോവുകയാണ്. ഇപ്പൊ ഞങ്ങൾ ഉദ്ദേശിച്ചതേ സിദ്ര ഫാം, ഏതോ സിദ്ര ഫാം എന്നൊരു ഫാം ഉണ്ട്. പക്ഷെ കുറെ ദൂരമുണ്ട്. അപ്പൊ നമ്മളിപ്പൊ തന്നെ ലേറ്റ് അധികം ഇല്ലല്ലോ, വേഗം ഇരുട്ടാവില്ലേ. അപ്പൊ നമ്മൾ വിചാരിച്ച് വക്രയിലുള്ളൊരു സാധാ ഒരു മിനി സൂ ഉണ്ട്. അപ്പൊ ചെക്കൻ അതൊക്കെ മതി, എന്തെങ്കിലും കാണിച്ചവനെ ഇതാക്കിയാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യമായിട്ടാട്ടെ ജെയ്ത്തൂന് പോയത്. അല്ല, ജെയ്ത്തൂന് പോയത് തന്നെ സൽവാർ റോട്ടിൽ ജെയ്ത്തൂന് പോയിട്ടുണ്ട്. നമ്മള് ഓൾഡ് എയർപോർട്ടിൽ ജെയ്ത്തൂനിൽ ആദ്യമായിട്ട് പോയത്. നൈസ് ആംബിയൻസും ഫുഡൊക്കെ നൈസ് ആയിരുന്നു. അങ്ങനെ താങ്കൾക്ക് എന്തെങ്കിലും പറയാമുണ്ടോ? എമ്മിനേബിക്ക് ബാക്കിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് സൂലെത്തിയിട്ട് കാണാം. In about 2.5 kilometers, take exit 14 towards Amschaftmeter AMB Shear. എന്താ എന്താണ്? ഫുഡ് തിന്നേ? എന്താ? ഓച്ചേ അയ്പൂനൊരാട് നോക്കണേ. ഭക്ഷണം കൊടുത്തു, ഭക്ഷണം കൊടുത്തു. എന്താ പറയുക? ഇഷ്ടായോ? ഒന്ന് കുഞ്ഞിക്ക് കൊടുക്കണ.
മൂക്കുമ തൊട് മൂക്കുമ അതിന്റെ മേലത്തെ മൂക്കുമ ബായ് പറ. കുഞ്ഞിടെ കുഞ്ഞി ഫ്ലൈയിങ് കിസ് ഒക്കെ. അവൻ്റെ എക്സൈറ്റ്മെൻറ്റ് കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നിട്ടാ. ഇവിടേക്ക് ബേഡ്സ് അനിമൽസ് അങ്ങനത്തെ ഒക്കെ മൂപ്പരാൾക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് അവൻ ചെറുതിലേ വന്നേക്കുന്നത്. ഇപ്പോൾ കുറച്ച് വലുതായപ്പോൾ ഒന്നും കൂടി എല്ലാം അറിയാനായിക്കണല്ലോ. അപ്പോൾ അവനക്ക് ഒറ്റയ്ക്ക് ഫുഡ് കൊടുക്കണമെന്നും എല്ലാതും ഇങ്ങനെ പറഞ്ഞിട്ടേ അപ്പോൾ അവങ്ങനെ ഓരോന്ന് കാട്ടിയിട്ട് ഇങ്ങനെ പപ്പ എന്നൊക്കെ എക്സൈറ്റ്മെൻറ്റിൽ വിളിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്. ഞാൻ ശരിക്കുള്ള വലിയ സൂക്ക് കൊണ്ടുപോകണം. ഇതിപ്പോൾ ഫാമല്ലേ, അപ്പോൾ കുറച്ച് കാര്യങ്ങളല്ലേ ഉള്ളൂ. മറ്റേ ലയണും ടൈഗറൊന്നും ഇല്ലല്ലോ. ഞാൻ അതൊക്കെ ഉള്ളതൊക്കെ ഒരുക്കി കുറച്ചും കൂടി ഒന്ന് ക്ലൈമറ്റ് നോക്കി ആവട്ടെ, എന്നിട്ട് വേണം അവിടേക്കൊക്കെ ഒന്ന് കൊണ്ടുപോകും. അപ്പോൾ ഒന്നും കൂടി ഹാപ്പി ആവും മൂപ്പരാൾക്ക്. ഇതെന്താ ചാമിക്ക ഹാൻഡിലെപ്പ എന്താ ഹായ് പറ. ഫുഡ് തന്നെ വിളിച്ചു നോക്കി ഒന്ന്. ഹലോ വിളിക്ക്. എന്താ ഹാപ്പി ഓരോ നോക്കാൻ വേണ്ടിട്ട്. ഭയങ്കര അൺക്ലീനും അൺഹൈജീനിക്കും ആയിട്ടുണ്ടായിരുന്നിട്ട് ഈ ഫാം. ഞങ്ങൾ ഓപ്പൺ ചെയ്ത ആ സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയിരുന്നില്ല. ഇപ്പോൾ കുറേ ആയില്ലത്. എന്താ തീരെ വൃത്തിയില്ലാണ്ട്. പിന്നെ ഫ്രീ ആയതുകൊണ്ട് തന്നെ അവരങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവില്ലല്ലോ. തീരെ വൃത്തിയില്ലായ്മ പിന്നെ ഭയങ്കര മണമൊക്കെ തോന്നിയിരുന്നു. പിന്നെ ഐപ്പൂൻ്റെ ഹാപ്പിനെസ് കണ്ടപ്പോൾ നമ്മളതൊന്നും കാര്യമാക്കാൻ നിന്നില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് ഫ്രീ ആയതുകൊണ്ട് അവരങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യില്ല എന്നൊക്കെ തോന്നുന്നു. മറ്റേ നമ്മൾ പൈസ കൊടുത്തിട്ടാകുമ്പോൾ അവർ അതിനനുസരിച്ചുള്ള മെയിൻറ്റെയിൻസും കാര്യങ്ങളൊക്കെ ആക്കുമല്ലോ. കുറച്ച് ആൾക്കാരുണ്ട്, അധികം ആൾക്കാരും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറവായിരുന്ന ആൾക്കാരായാലും. അവനെ കൈ വെച്ച് കൊടുക്കുന്നു. കൈ ഇങ്ങനെ പിടിക്കും, രണ്ടുപേരും കൈ ഇങ്ങനെ അങ്ങനെ രണ്ട് കൈയോട് ഒരുമിച്ച് പിടിക്കേ. പൊന്നിന്റെ കയ്യില് കൈ പിടി. അയ്യടാ എങ്ങനെയുണ്ട്? ഇതെന്താ എന്താ താതാവ്. ആയി വരെ താതാവ്. സൗണ്ട് ഉണ്ടോ? എന്ത് സൗണ്ട് താറാവിന്? എന്താ ഒരു സൗണ്ട്? എങ്ങനെയാ ഒരു സൗണ്ട് എങ്ങനെ ഉണ്ടാക്കണേ ഇപ്പൊ? എങ്ങനെ താഴത്തെന്തല്ലേ? അവനിട് ആ താറാവിന്റെ അടുത്തേക്ക് ഇട്. എന്ത് താഴത്തെന്തല്ലേ? താരത്തെന്താ? താറാവിന്റെ ഇംഗ്ലീഷ് എന്താ? താറാവ് കടിക്കേ. എന്താണ് അവനായി കിട്ടോ ചാമിക്ക? അതിനിട്ടോ അവനായിക്കിട് അവനായിക്കിട്. താറാവിന്റെ അടുത്തേക്ക് ഇട്. ഇഷ്ടായോ ഇവിടെ വന്നിട്ട്? ഇഷ്ടായോ? എങ്ങനെയുണ്ട് ഇവിടെ? എങ്ങനെയുണ്ട്? ഏറ്റവും ഇഷ്ടായത് എന്താ? ഏറ്റവും ഇഷ്ടായ എന്താ? എന്ത് മീന്? കുളത്തുനിന്ന് മീൻ പിടിച്ചതാ. ഞാൻ പൂവ് ടാറ്റാ പറ. വേറെ ദിവസം വരാ പറ. തലയിൽ തൊട്ട് തലയിൽ ഇങ്ങനെ ആക്കി, തല ഇങ്ങനെ ആക്കി, അങ്ങനെ ആക്കി. പിടിക്കവിടെ
വെറുതെ പോന डर लगता है कलस ओ डर लगे ఏంటి హ్యాపీనా హ్యాపీ അങ്ങനെ കുതിരമ്മൊക്കെ കയറിയിട്ട് ഇറങ്ങിയിട്ടാ. ആദ്യം കുറച്ച് ഭയങ്കര ധൈര്യമായിരുന്നു, പിന്നെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ കുറച്ച് പേടിയായി തുടങ്ങിയപ്പോൾ നമ്മൾ വേഗം ഇറക്കി. ഇനിയിപ്പോൾ ഇതാ വീട്ടിൽ പോയി ചായ കുടിക്കാൻ വിചാരിച്ചു. പിന്നെ വയറ് ഫുള്ളായതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ചായ കുടിക്കാനുള്ള മൂടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നേരെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ വേഗം ഇരുട്ടാവുണ്ടല്ലോ, ക്ലൈമറ്റ് മാറി തുടങ്ങുന്നതോറും ഇരുട്ടൊക്കെ വേഗം വേഗം ആയി തുടങ്ങണ പോലെ തോന്നിയിരുന്നു. പിന്നെ ഐബും കുറച്ച് ടയേർഡ് ചെയ്തിട്ട് കുറേ ഓടിയേക്കണില്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാലും നല്ലൊരു ഹാപ്പിനെസ് ഇരുന്നിട്ട് അവനക്ക്. കുട്ടികളെങ്ങനെ നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് അവരെ ഹാപ്പിനെസ് കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഉണ്ടായിരുന്നേ സൂപ്പറാ. എന്ത് ഇഷ്ടമായത് കൂടുതൽ? കുതിര. എന്താ ചെയ്യാൻ പോണേ? പൂഞ്ഞ് കളിക്കാൻ പോവല്ലേ? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്രീമും വെള്ളമൊക്കെ ഇട്ട് പോയിട്ട് അതേപോലെ ഒരു കറ ഇല്ലാണ്ട് വന്നിക്കണ്. ഹോ, അല്ലെങ്കിൽ എന്നും വേറെ ഡ്രസ്സ് മാറ്റല കറൊക്കെ ആയിട്ട്. വെൽ ഡൺ മൈ ബോയ്. ഇരിക്ക. എന്താ ചെയ്യണ്ട? വെടി വെക്കാൻ പോവേ? ഓ ഏടെ ഇതാണ് അന്ന് മേടിച്ച കസാര കേട്ടോ. ഇതില് എപ്പോഴേലൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇരിക്കും. ശിരിപ്പരങ്ങില്ലാത്തവരാണ് 5 മിനിറ്റിന് മേലെ ഇരിക്കൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല. കുറച്ചൊരു അന്ന് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് കളിച്ചതിൽ ഇരുന്നിട്ട് ഓക്കെ. അങ്ങനെ ഞങ്ങൾ എത്തി, ഫ്രഷായി. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. അല്ല, കൺഫ്യൂഷനൊക്കെ ഊരിന്ന് ഒക്കെ കളഞ്ഞു, മേക്കപ്പ് കളഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ ഇന്നലെ മുതൽ ഒരു സീരീസ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വിചാരിക്കുന്നത്. നൈറ്റിക്ക് ഇനി ഫുഡൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ, ഉച്ചക്ക് ബാക്കിയുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും ഞങ്ങൾ സീരീസ് ഒക്കെ ഇരുന്ന് കാണട്ടെ. ഏത് സീരീസ് ഞങ്ങൾ പറയില്ല. അല്ലല്ല, ഒരു കാരണം ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു, ഇനി വേറെ പണിയൊന്നും ഇല്ലല്ലോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ബൈ. कैसी हो माँ? हमारे से बात होती क्या? हाँ